സമസ്തയിലെ തർക്കത്തിൽ സമവായം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ലീഗ് വിരുദ്ധ വിഭാഗം നേരിൽ കണ്ടു. തെറ്റിദ്ധാരണ മാറിയെന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു. അകൽച്ച അവസാനിച്ചു. ഉമർ ഫൈസി മുഖവും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നിജസ്ഥിതി തങ്ങൾക്ക് ബോധ്യപ്പെട്ടെന്നും കേക്ക് വിവാദം മാധ്യമ സൃഷ്ടിയാണെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു. സമസ്ത യുവജന വിഭാഗം നേതാവ് ശ്രീ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ ഒരു ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതായത് ഇപ്പോൾ പലതരത്തിലുള്ള പ്രചാരണങ്ങളുണ്ടായിരുന്നു. സമസ്തയിലെ ഒരു വിഭാഗവും മുസ്ലിം ലീഗ് നേതാക്കളും തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, അതിൽ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാണക്കാട് കൂടിക്കാഴ്ച നടത്തിയത്. അവയൊക്കെ തന്നെ ഒരു അവസാനമായോ സമവായമായോ? തീർച്ചയായും ആ പശ്ചാത്തലത്തിലാണ് ബഹുമാനപ്പെട്ട സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുൻകൈയെടുത്ത് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി ചർച്ച ചെയ്ത് ഇങ്ങനൊരു സിറ്റിംഗ് അറേഞ്ച് ചെയ്തത്. അതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച അവർ നിശ്ചയിച്ചാണ് ഈ പരിപാടി. ഇന്ന് പാണക്കാട് വെച്ച് ഞങ്ങൾ ഒരു 5 പേര് ഒരു 1.5 മണിക്കൂർ ഇരുന്നു. കുഞ്ഞാടി സാഹിബും കൂടെ ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിച്ചു. ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായും കേന്ദ്രീകരിച്ചത് തങ്ങൾക്ക് വ്യക്തിപരമായി പ്രയാസമുണ്ടാക്കുന്ന ചില പ്രതികരണങ്ങളും ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി വിശദമായി ഞങ്ങൾ അവതരിപ്പിക്കുകയും ഞങ്ങൾക്കും തങ്ങൾക്ക് തെറ്റിദ്ധരി വലിയ ഖേദമുണ്ട് പറയുകയും തങ്ങളെ കൃത്യമായി മനസ്സിലാക്കി തങ്ങൾക്കും വലിയ പ്രയാസമായി ഇതാണ് സത്യസ്ഥിതി മനസ്സിലാക്കിയപ്പോൾ അങ്ങനെ പൂർണ്ണമായും ആ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. മുബഷിർ പി അക്ബ നമുക്കൊപ്പം ചേരുന്നു. മുബഷിർ പി അക്ബ, കുറെ കാലമായി പരസ്യമായും രഹസ്യമായും എല്ലാം പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. ലീഗ് ഇപ്പോൾ നിലപാട് കടുപ്പിച്ചതിന് ശേഷം ഇന്നത്തെ കൂടിക്കാഴ്ചയിലൂടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയാണോ? തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും സുജയ പാർവതി. കഴിഞ്ഞ മുഷാവറ യോഗം കോഴിക്കോട് ചേർന്നിരുന്നു. ആ ഒരു യോഗത്തിൽ വെച്ച് ഇത്തരത്തിലുള്ള അനുനയ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരിയിലുണ്ടെന്ന് പ്രചാരണത്തിലുള്ള വ്യാഖ്യാനത്തിലുള്ള നേതാക്കളായിട്ടുള്ള ഉമർ ഫൈസി മുക്കം, അതോടൊപ്പം തന്നെ ഹമീദ് ഫൈസി അമ്പലക്കടവ്, സത്താർ പന്തല്ലൂര്, മറ്റു 2 നേതാക്കൾ മുസ്തഫ മുണ്ടുപാറ ഉൾപ്പെടുന്ന 5 അംഗ സംഘം പാണക്കാടെത്തി കൂടിക്കാഴ്ച നടത്തിയത്. ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട സമയത്ത് അവർ തന്നെയാണ് അത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടുള്ളത്. നിലവിലുണ്ടായിരുന്ന സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കളും അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെ നേതാക്കളും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചിട്ടുണ്ട്. മഞ്ഞുരുക്കം സംഭവിച്ചിട്ടുണ്ട്. ഇനി ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. കൂടിക്കാഴ്ചയ്ക്ക് മുൻകൈയെടുത്ത സംസ്ഥയുടെ അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങളാണെന്നുള്ളതാണ് ഹമീദ് ഫൈസി പറഞ്ഞു വെക്കുന്നത്. മുഷാവറയുടെ തീരുമാനപ്രകാരമല്ല, മറിച്ച് ജിഫ്രി തങ്ങൾ തന്നെ വ്യക്തിപരമായി മുൻകൈയെടുത്തുകൊണ്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു, അല്ലെങ്കിൽ തങ്ങൾക്ക് നിർദ്ദേശം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ പാണക്കാട് എത്തിയത്. സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി സംസാരിച്ചു. വ്യക്തിപരമായി അദ്ദേഹത്തിന് ചില കാര്യങ്ങളിലൊക്കെ തന്നെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തങ്ങളുമായി പങ്കുവച്ചു എന്നുള്ളതാണ് ഹമീദ് ഫൈസി വ്യക്തമാക്കുന്നത്. അതിനുശേഷം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായ ക്രിസ്മസ് കേക്ക് വിവാദമാണെങ്കിലും അതിന് തൊട്ട് മുൻപ് ഉമർ ഫൈസിയുടെ ഒരു പരോക്ഷ വിമർശനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഖാസി വിവാദമൊക്കെ തന്നെയാണെങ്കിലും അദ്ദേഹത്തിന് വ്യക്തിപരമായ ഏറെ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതിനെ കുറിച്ചൊരു വിശദീകരണം നൽകി എന്നുള്ളതാണ് ഈ ഒരു നേതാക്കളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ഉമർ ഫൈസി മുക്കം ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തുന്നുണ്ട്. പക്ഷേ ഈ ഒരു തർക്കങ്ങൾക്കിടെ സമീപകാല ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരമൊരു അനുനയ നീക്കം, മഞ്ഞുരുക്കം ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് വേണം പ്രത്യേകം പറയാം. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു വലിയ തർക്കം സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുണ്ടായിരുന്നത്. പൊന്നാനി കേന്ദ്രീകരിച്ചൊക്കെ തന്നെ സമസ്തയിലെ വിമതർ നടത്തിയ നീക്കങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്തതാണ്. ടീം സമസ്ത പൊന്നാനി എന്ന പേരിലൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്ന നീക്കങ്ങളിൽ വലിയ അതൃപ്തി മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. എന്തായാലും സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ തുടർച്ചയായ വിമർശനങ്ങളിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തി തുടരുന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ചർച്ചകൾ ഇനിയും തുടരും എന്നുള്ളതാണ് സമസ്ത നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത്. ഇനി പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്ന സാഹചര്യത്തിലേക്ക് സമസ്തയിലെയും ലീഗിലെയും നേതാക്കൾ പോകില്ല എന്നൊരു ഉറപ്പും ഈ ഒരു കൂടിക്കാഴ്ചയിലൂടെ ഉണ്ടായിട്ടുണ്ടെന്നും നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. സുജയ പാർവതി. മുബഷിർ പി അക്ബറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. തെറ്റിദ്ധാരണകളെല്ലാം മാറി ഒന്നിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തുടർ ചർച്ചകളിൽ എത്തുമോ എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കാം.